ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു പോസ്റ്റ് എൻഗേജ്മെൻറ്റ് പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ. ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ചധികം ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് നമ്മുടെ ഓഡിറ്റോറിയം നോക്കിയിട്ട് അത് ഫിക്സ് ചെയ്യായിരുന്നു കേട്ടോ. കാരണം സെപ്റ്റംബറിൽ ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് കുറേ ബുക്കിങ്സ് ഉണ്ടായിരുന്നു. നമ്മൾ കൊളപ്പള്ളി ഷൊർണൂരുള്ള ഗസീബോ ഹെറിറ്റേജ് ആണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ പോയി കണ്ട് ബുക്ക് ചെയ്തു. പിന്നെ നമ്മൾ വേറൊരു ദിവസം സെക്കൻഡായിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ്, എൻ്റെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്യാനായിരുന്നു. അത് നമ്മൾ പൊഡീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഞാനും അമ്മയും അച്ഛനും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വേറെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനാ പോണേ? നമ്മൾ മോതിരം എടുക്കാൻ പോവാം. അപ്പോൾ ഇന്ന് ഇവനുള്ള മോതിരം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ പോണത് ജോസ്കോയിലേക്കാണ് കേട്ടോ. നമ്മൾ ലുലുവിൽ ജോസ്കോയിൽ പോവാണ്. അപ്പോൾ എന്തായാലും ഇനി അവിടെ പോയിട്ട് കാണാം. സെലക്ട് ചെയ്തോ? കൺഫ്യൂഷൻ. അങ്ങനെ മോതിരെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വേറൊരു ദിവസം ഇറങ്ങി അവൻ്റെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എം ജി റോഡിൽ റെയിൻബോ ഫാബ്രിക്സിലായിട്ട് പോയത്. അവിടെ ആകുമ്പോൾ ഇങ്ങനത്തെ കുറേ മെറ്റീരിയൽസ് നമുക്ക് വെറൈറ്റി കുറേ കളക്ഷൻസ് കിട്ടും. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് അത് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതും പിന്നെ വേറൊരു ഇതും ഉണ്ടായിരുന്നു, രണ്ടെണ്ണം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മൾ എന്നിട്ട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയപ്പം. എന്നിട്ട് ഫൈനലി നമ്മൾ ഇത് സെലക്ട് ചെയ്തു. പിന്നെ എനിക്കൊരു പരിപാടി വരുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടുമായിരുന്നു നമുക്ക് കൺഫ്യൂഷൻ. അങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ട് നമ്മളിത് മേടിച്ചു. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മൾ വേറൊരു ദിവസം നമ്മൾ ഗോൾഡൻ കപ്പ് പോയി റെൻ്റൽ ജ്വല്ലറി നോക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ സെയിം ഡേ തന്നെ പോയതെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് കുറേ നോക്കി. എൻ്റെ ഡ്രസ്സിൻ്റെ കളർ നേവി ബ്ലൂ ആയത് കാരണം അതിന് പറ്റി കുറേ എണ്ണം നോക്കി, പക്ഷേ എന്തോ കിട്ടിയില്ല. അന്ന് സ്റ്റോക്ക് കുറച്ച് കുറവായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷം നമ്മൾ വേറൊരു ദിവസം നമ്മൾ ഇവൻ്റെ ഡ്രസ്സിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് മെനൻക്യൂവിൽ പോയി. അതും എം ജി റോഡിലൊരു ഷോപ്പായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തു, അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതെന്താ ഷോ ബട്ടൺസും കാര്യങ്ങളും ഏതൊക്കെ വേണമെന്നൊക്കെ സെലക്ട് ചെയ്യുമായിരുന്നു. ഇന്ന് ഓഗസ്റ്റ് 18 ആണ്. അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് ലുലുവിലേക്കാണ്. ലുലുവിൽ ജോസ്കോയിലാണ് ഇതിൻ്റെ മോതിരം നമ്മൾ ചെയ്യാൻ കൊടുക്കണത്, റിങ്. അപ്പോൾ ഇന്നാണ് നമ്മൾ അതിൻ്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പോണത്, പ്ലസ് അളവും കാര്യങ്ങളൊക്കെ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ റിങ് ലെഗ് ഡിസൈനൊക്കെ ഫൈനലൈസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കോസ്റ്റ് കൂടുതലാണ്, പക്ഷെ പൊടിക്കെല്ലാം ആകുമ്പോൾ അത്രയും കോസ്റ്റ് വരില്ല. 100%. അങ്ങനെ ജോസ്കോന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറൊരു ദിവസം സണ്ണി ഡയമണ്ട്സ് പോയി. ഇവിടെ പോയത് എൻ്റെ റിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവിടെ എൻ്റെ റിങ് സെലക്ട് ചെയ്യാനും അതേപോലെ ഡിസൈൻ നോക്കിയിട്ട് ഏത് വേണമെന്ന് ഫൈനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറച്ച് മോഡൽസ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വേണ്ടൊരു മോഡൽ ചെയ്ത് കിട്ടാനായിട്ടുള്ള കുറച്ചും കൂടി ഡേയ്സ് വേണമായിരുന്നു. അപ്പം അത് നടന്നില്ല. ഏതാണ്ട് ഈ ഒരു മോഡലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് ചെയ്ത് കിട്ടാൻ, കസ്റ്റമൈസ് ചെയ്ത് കിട്ടാൻ കുറച്ച് കൂടുതൽ ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും പൊടീസ് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ ഫസ്റ്റ് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വീഡിയോ പോയി കണ്ടാൽ അതിലറിയാം. പിന്നെ ഇത് നമ്മൾ വേറൊരു ദിവസം എന്തിനോ വേണ്ടി ഇറങ്ങിയതാണ്. ഇതിനകത്തേക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടില്ല സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷീമാട്ടി പോയിട്ടുണ്ടായിരുന്നു, ഞാനും അമ്മയും അച്ഛനും കൂടിയിട്ട്. അമ്മയ്ക്കൊക്കെ സാരി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഷീമാട്ടിയിലെത്തി. ബാക്കി കാണാം. അമ്മ എക്സൈറ്റഡ് ആണോ സാരി എടുക്കാൻ? എന്ത് സാരി എടുക്കണേ? പട്ടു സാരിയാ? കാഞ്ചീപുരം അങ്ങനെ നമ്മൾ ഷീമാട്ടിയുടെ ഉള്ളിലേക്ക് കയറി. ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോറോ കണ്ടിട്ടായിരുന്നു സാരിയുടെ, ഓർക്കുന്നില്ല കൃത്യമായിട്ട്. അങ്ങനെ നമ്മൾ ആക്ച്വലി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നോക്കുന്നത്. നമ്മളുടെ തീം ബ്ലൂ ആയിരുന്നു. അപ്പം നേവി ബ്ലൂവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാർക്ക് ബ്ലൂ ഷെയ്ഡൊക്കെ ആയിരുന്നു നമ്മൾ നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഈ ചേട്ടൻ ബ്ലൂവിൻ്റെ ഒരു 100 സാരികൾ കൊടുന്നു കേട്ടോ. കുറേ വെറൈറ്റി കളേഴ്സ്. ബ്ലൂവിൽ തന്നെ വേറെ വേറെ കുറേ ഷെയ്ഡ്സ് കണ്ടു. ഇടയിൽ ഗ്രീൻ കണ്ടു. ഗ്രീൻ നമ്മുടെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. പക്ഷേ എന്തോ എടുത്തില്ല, ഗ്രീൻ എടുക്കാൻ പറ്റില്ല, നമുക്ക് ബ്ലൂ ആണെന്നല്ലോ നമ്മുടെ കളർ കോഡ്.
എന്നിട്ട് ബ്ലൂവിൻ്റെ കൊട്ടക്കണക്കിന് സാധനങ്ങളവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ബ്ലൂവിൽ തന്നെ. അപ്പോൾ ഏതെടുക്കണമെന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷനായി, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണിക്കേണ്ടതൊക്കെ ആണ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ടായിരുന്നത്. നമ്മൾ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ എടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊടുന്ന സ്ഥിതിക്ക് പുള്ളിയാണെങ്കിൽ എല്ലാം നിവർത്തി ഇടുമായിരുന്നു. അപ്പോൾ നമുക്കും കൺഫ്യൂഷനായി ഏതെടുക്കണമെന്ന്. അങ്ങനെ കുറേ എണ്ണം നമ്മൾ നിവർത്തി നോക്കി. അങ്ങനെ ഓരോരോ സാരി വീണ്ടും പുള്ളി നിവർത്തി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ഓരോന്ന് കൊണ്ടുവരുമ്പോഴും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആളോട് നമ്മൾ പറയുന്നുണ്ട് എല്ലാം നിവർത്തണ്ടെന്ന്. പക്ഷെ അവരാണെങ്കിൽ എല്ലാം നിവർത്തി കാണിച്ചു വരുമായിരുന്നു കേട്ടോ. ഒരു 10-100 നീല ഷെയ്ഡ്സിൻ്റെ സാരി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പുള്ളി നിവർത്തി കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിവർത്തി നമുക്ക് ഇഷ്ടമായില്ലേ പറഞ്ഞാൽ അപ്പം തന്നെ അവർ അതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ബ്ലൂവിൽ കുറേ നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ വേറെ ഷെയ്ഡ് നോക്കിയാലോ എന്ന് വെച്ചിട്ട് പിങ്കും ഗ്രീനും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പിന്നെ നമ്മുടെ കയ്യിൽ കുറേ ഗ്രീൻ സാരീസ് ഉണ്ട്. പിങ്ക് നോക്കി, പക്ഷേ കളർ എന്തോ മാച്ചായില്ല, ഭയങ്കര സ്യൂട്ടായില്ല. അത് കാരണം നമ്മൾ വീണ്ടും ബ്ലൂവിലേക്ക് തന്നെ വന്നു. അപ്പോൾ ബ്ലൂവിൽ കുറേ ഇനി പറഞ്ഞില്ലേ കുറേ വെറൈറ്റി ഓഫ് ബ്ലൂ ഷെയ്ഡ്സ് എന്ന് കണ്ടു കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വെച്ച് നോക്കിയപ്പോൾ നമുക്ക് അത്ര ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മോഡൽ. പിന്നെ ഈ സാരിയാണ് എടുത്തതെന്ന് തോന്നണു കേട്ടോ, എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഇതാണ് നമ്മൾ എടുത്തതെന്ന് തോന്നണു. നല്ല ഒരു കളർ ഷെയ്ഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൽ തന്നെ കുറേ വെറൈറ്റി പാറ്റേൺസ് ഉണ്ടായിരുന്നു ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ. അങ്ങനെ അതൊന്ന് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മളിനി ഉടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഓരോ സാരി കാണുമ്പോഴും ഓക്കെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഏതായാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമുക്ക് അത്ര ഇഷ്ടമായില്ല. ഇത് നമ്മൾ ആ ഒരു ഇതിന് പറ്റിയതല്ല. ഇത് കണ്ട എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് നമ്മൾ എടുത്തത്. പിന്നെയും പുള്ളി ബ്ലൂ ഷെയ്ഡ്സിൽ ഒരുപാട് കൊടുന്ന് കാണിച്ചിരുന്നു. ഇനി നമ്മളിത് ഉടുത്ത് നോക്കുന്നതുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. അമ്മയുടെ ഈ കയ്യിലിരിക്കുന്നത് മൊത്തം അമ്മ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കേട്ടോ, ഒക്കെ ബ്ലൂ ഷെയ്ഡ്സ് തന്നെയാണ്. ഇതെല്ലാം നമുക്ക് ഉടുത്ത് നോക്കുകയും വേണം കേട്ടോ. പിന്നെയും മൂപ്പര് ഇങ്ങനെ ഓരോന്ന് കൊടുന്ന് കാണിച്ചു തരുമായിരുന്നു. നമ്മളിപ്പോൾ 4-5 ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മൂപ്പര് പിന്നെയും ഓരോന്ന് പോയി എടുത്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ ഉടുത്ത് നോക്കാൻ തുടങ്ങി കേട്ടോ, വെച്ച് നോക്കാൻ തുടങ്ങി ഓരോരോ സാരീസും. ഓരോ സാരിക്കും അതിൻ്റേതായ ഭംഗിയുണ്ടായിരുന്നു. ഇതൊന്നും സെലക്ട് ചെയ്യാൻ കുറച്ച് പാടുപെട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അമ്മ ഫസ്റ്റ് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് എല്ലാം ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ആദ്യം കാണിച്ച ബ്ലൂ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ എടുത്ത് പ്ലേറ്റ്സ് പ്ലേറ്റ്സ് ഇടാണ്ടെടുത്ത് നോക്കി, അങ്ങനെ എല്ലാ തരത്തിലും ഇട്ട് നോക്കിയിട്ട് അവസാനം നമ്മൾ ഈ സാരിയാണ് കേട്ടോ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും അച്ഛനും സൈഡിൽ നിന്ന് അഭിപ്രായം പറഞ്ഞൊരു ഇതായി കേട്ടോ. അങ്ങനെ വീണ്ടും അത് നോക്കി, പറഞ്ഞ പോലെ പ്ലീറ്റ്സ് ഇട്ടിട്ടും ഇല്ലാണ്ടും എങ്ങനെയാണ് ഭംഗിയെന്നും എല്ലാം നോക്കി
എല്ലാ തരത്തിലും ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ ഇതേ മൂപ്പര് വീണ്ടും കുറേ നീലക്കളർ സാരി ഷെയ്ഡ്സിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ നിരത്തി വെച്ചിരിക്കണമൊക്കെ നമുക്ക് നോക്കാമല്ലോ കേട്ടോ. അപ്പം ബനാറസി മോഡൽ പുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ മോഡൽ കുറച്ച് ഔട്ടായാലും പിന്നെ എൻഗേജ്മെൻറ്റ് ഇത് പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മളത് എടുത്തില്ല. പക്ഷെ അടിപൊളി സാരിയായിരുന്നു. നല്ല കളർ കോമ്പിനേഷൻ. ഇതിൽ കുറേ കളർ കോമ്പിനേഷൻസിൽ കുറേ എണ്ണം ഉണ്ടായിരുന്നു. പുള്ളി കുറേ കൊണ്ട് കാണിച്ചെന്നായിരുന്നു കേട്ടോ. പിന്നെയും പുള്ളി ബ്ലൂവിൽ കുറേ എണ്ണം എടുത്തു കൊടുന്ന് കാണിക്കുമായിരുന്നു. നമ്മുടെ മൈൻഡ് ഇങ്ങനെ ചേഞ്ച് ആവുമല്ലോ പുതിയത് കാണുമ്പോൾ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പിങ്ക് ഷെയ്ഡ്സൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പോയിട്ട്. നല്ല അടിപൊളി ഷെയ്ഡ്സും കളേഴ്സും സാരിയുടെ ഒരു ലോകം തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കളറൊക്കെ നോക്കി എന്ത് രസമായിരുന്നു എന്നറിയാം. നമ്മൾ എൻഗേജ്മെൻറ്റ് ബ്ലൂ ആണ് തീം എടുത്ത കാരണം നമ്മൾ ആ ബ്ലൂ ഷെയ്ഡ് നോക്കി അത് എടുത്തു. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഈ കളർ ചെയ്തിട്ട് എടുത്തേനായിട്ടാ. അപ്പോൾ കല്യാണം വരുന്നല്ലോ, അപ്പോൾ നമുക്ക് നോക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മളിത് ബ്ലൂ തന്നെ ഫൈനലൈസ് ചെയ്തിട്ട് ആ ബ്ലൂ സാരി ഇതല്ല വേറെ ബ്ലൂ സാരി മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞാനിത് വേറൊരു ദിവസം ഞാൻ ആർബിക്കുട്ടിയുടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫോറം മോളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, വേറെ കുറച്ച് സാധനങ്ങളും സംഭവങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ ഞാനും സ്റ്റേറ്റിനും ഫ്രണ്ടും കൂടിയിട്ടാണ് പോയത്. അങ്ങനെ നമ്മളിത് അവിടെ പോയിട്ട് അച്ഛനമ്മ കയറിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് നോക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോറമോളിൽ പോയത് നമുക്ക് ചെരുപ്പും കാര്യങ്ങളെല്ലാം മേടിക്കാനുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റ് ഇടാനായിട്ട്. അപ്പോൾ കുറച്ച് ഹീൽസ് ഉള്ളത് തന്നെ വേണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനത്തെ ഏതോ ഒന്നാണ് എടുത്തത്. അങ്ങനെ എനിക്ക് തോന്നുന്നു മോച്ചിന്നാണ് എടുത്തത്. ഈ ചെരുപ്പ് എന്നാണ് നമ്മളൊന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മെട്രോ എന്നായിരുന്നു കേട്ടോ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പൊടീസിൽ പോയിട്ട് അന്ന് ഡ്രസ്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സായിട്ടുണ്ടായിരുന്നു, അത് കളക്ട് ചെയ്യാൻ പോയി. പിന്നെ ഞാൻ പനമ്പള്ളി നഗറിൽ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ തലേ ദിവസത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഫ്താനായിരുന്നു കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കഫ്താനായിരുന്നു ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്രയാണ് 2300 അങ്ങനെ എന്തായിരുന്നു ഇതിന് റേഞ്ച് വരുന്നത്. പനമ്പള്ളിയിൽ ഓൾ ഇൻ വാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ പോയിട്ടാണ് ഇതെടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു ഗ്രീൻ ഷെയ്ഡ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ പോയിട്ട് ഇതിട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയിനും ഇയറിങ്ങും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടോ. അങ്ങനെ അതും അവിടെ നിന്ന് മേടിച്ചു. എല്ലാം ഓളിൻ്റെ ഓളമുള്ളൂ, അപ്പോൾ എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടി എനിക്ക്. അങ്ങനെ അതും മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് വേറൊരു ദിവസം ഞാൻ പനമ്പള്ളിയിൽ തന്നെ നെയിൽസ് സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ ഇട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തവർ പോയി നോക്കണേ. പിന്നെ ഇത് നമ്മൾ സ്റ്റെബിയുടെ ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഫസ്റ്റ് ട്രയലായിരുന്നു ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് നോക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇതിൽ കുറച്ച് ഓൾട്രേഷൻസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ പാറ്റേൺ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ വേറെ ദിവസം നമ്മുടെ റെൻ്റൽ ജ്വല്ലറി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ കപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു നെക്ക് പീസ് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തോ ഇതിൻ്റെ കൂടെ സ്യൂട്ടാവുമെന്ന് തോന്നിയിട്ട് നമ്മളത് സെലക്ട് ചെയ്യുക ചെയ്തത് കേട്ടോ. അപ്പം അതിൻ്റെ തന്നെ ഇയറിങ് എന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് നമ്മൾ എടുക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളത് ഈ ഒരു ചെയിനും ഇയറിങ്ങും പിന്നെ നമ്മളിതിൻ്റെ കൂടെ ഒരു ചുട്ടി കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നെറ്റി ചുട്ടി. അങ്ങനെ ഈ 3 എണ്ണമാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ വേറൊരു ദിവസം എൻ്റെ റിങ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സണ്ണി ഡയമണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിങ്. അപ്പോൾ അത് പേരൊക്കെ എഴുതിയിട്ട് കൊടുന്നു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അളവെല്ലാം കറക്റ്റല്ലേ നോക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം സെറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച സാധനം ആക്ച്വലി ഇതല്ല. അത് നമുക്ക് സമയപരിമിതി കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് സെപ്പറേറ്റ് വേറൊരു റിങ് ഇതിൻ്റെ കൂടെ മേടിച്ചിട്ട് ഇടാൻ പറ്റുമോ നോക്കണം. അങ്ങനെ നമ്മളുടെ പേര് എഴുതിയിട്ടുള്ള നമ്മളുടെ മോതിരം, എൻഗേജ്മെൻറ്റ് മോതിരം സെറ്റായിട്ട് ഞാനത് അവിടെ നിന്ന് മേടിച്ചിട്ട് പോന്നു. ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റിയിട്ട് കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു റിങ് കൂടി ഞാൻ അവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം സെറ്റ് ചെയ്ത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ പോയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കളക്ട് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഹെയർ സ്പാ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്തു. അതിനുശേഷം നമ്മളുടെ ചെക്കൻ്റെ ഡ്രസ്സ് ലൈക്ക് സെക്കൻഡ് ട്രയലിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇട്ട് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഓൾട്രേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പോയിട്ട് ഇട്ട് നോക്കി. അങ്ങനെ സെറ്റായിട്ടുണ്ടായിരുന്നു ഡ്രസ്സെല്ലാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കാനും സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നടക്കുമായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം ഫുള്ള്. അങ്ങനെ ഇതാണ് ഫൈനൽ ഔട്ട്ഫിറ്റ് നമ്മളെ ചെക്കൻ്റെ.
അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് തന്നെ ഷൂസ് മേടിക്കാനുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ പോയിട്ട് നമ്മൾ ഷൂസ് ഏത് വേണമെന്നൊക്കെ സെലക്ട് ചെയ്തു. 2-3 നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഫൈനലി ഇതായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ലൈക്ക് അതെല്ലാം പാക്ക് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് അവിടെ നിന്ന് മേടിച്ചിട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കയ്യിൽ മെഹന്തി ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് വന്നിടുന്നത്. അപ്പോൾ എന്തായാലും ഇടുന്നൊക്കെ കാണാം. അപ്പോൾ ഇതേ ഞാൻ മെഹന്തി ഇടാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്. അപ്പോൾ പേര് ഷഹാനത്ത്. പേജില്ലേ, ഇൻസ്റ്റ പേജില്ലേ, ഷെയ്സ് മെഹന്തി എന്ന് പറഞ്ഞ പേജാണ്. അപ്പോൾ ഇവിടെ ഒറ്റപ്പാലമൊക്കെ ഉള്ളവർ അല്ലേ, ഒറ്റപ്പാലല്ലേ ഫുള്ള് ഒറ്റപ്പാലം സർക്കിളിലൊക്കെ ഉള്ളവർ മെഹന്തി ഇടണമെന്നുണ്ടെങ്കിൽ ഷഹാനത്തിനെ കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇട്ട് തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മളിത് 2 സൈഡിലും മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? കമന്റ് ചെയ്യല്ലേ? അതെ അതെ, എങ്ങനെയുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അമ്മ ദേ അവിടെ ഇട്ടോണ്ടിരിക്കും, കാണിച്ചു കൊടുത്തേ. കണ്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അറിയാലോ, നമ്മുടെ ഷഹാനത്താണ്. അപ്പം ഒറ്റപ്പാലം പാലക്കാട് സൈഡിലൊക്കെ ഇതേപോലെ മെഹന്തി ഇടണമെന്നുണ്ടെങ്കിൽ ഷഹാനത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ സൂപ്പർ സൂപ്പർ എന്ന് പറയാൻ പറയുന്നുണ്ട്, പറയേണ്ട ആവശ്യമില്ല, അറിയാലോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പം ഇന്ന് സെപ്റ്റംബർ 6th ആണ്. ഇറ്റ്സ് ഡേ ബിഫോർ മൈ എൻഗേജ്മെൻറ്റ് ഡേ. ഇപ്പോൾ സമയം 3:15 ആയിട്ടുണ്ട്. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സും കസിൻസ് എല്ലാവരും വരുന്നുണ്ട്. 3 പേരേ ഉള്ളൂ. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ഡേ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെക്കാണ്, ഡേ ബിഫോർ മൈ എൻഗേജ്മെൻറ്റ് ഡേ. ഓക്കെ. അപ്പം ഇന്ന് അവരെ പിക്ക് ചെയ്ത് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഹലോ ഗൈസ്, കാണാനില്ല ഗൈസ്. പിള്ളേര് കാലെടുത്ത് വെച്ചില്ല, മഴ പെയ്തു, ഫുള്ള് മഴ. എന്തുവാ? സൂപ്പർ ഡാ. പെരും മഴയാണ്, ഫുള്ള് മഴ. ചായ കുടിക്കാൻ വേണ്ടിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും വിശക്കുന്നുണ്ട് ഇത്രേ. ആ ചായ വന്നിട്ട് എന്ത് ലിപ് ഗ്ലോസ് ഇട്ടായിരുന്നു. എങ്ങനെ ഉണ്ട് പാട? സൂട് സായ. എന്താ ടേസ്റ്റ് ഇല്ലേ? മധുരം വേണ്ടെന്നല്ലേ പറഞ്ഞു? അവിടുത്തെ ലൈറ്റും ഉണ്ട്. പൊളിച്ചോ. അങ്ങനെ സമയം എത്ര മണിയായി? 6:21. ഞങ്ങളിതേ നല്ല ദോശയും ചമ്മന്തിയും ചായയും കുടിക്കാണ്. അമ്മ അയ്യോ അയ്യോ. അപ്പൊ ഇനി ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഒന്ന് നോക്കാം. അപ്പോൾ അതേ സമയം ഇപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചു. ഇനി നമ്മളിവിടെ 2 അമ്പലത്തിൽ പോവാണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോവാണ്, ഞാനും അച്ഛനും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ ഇനി പോകുമ്പോൾ കാണാം. മൈലാഞ്ചൊക്കെ ചോർത്ത് കേട്ടോ. അപ്പോൾ അതേ റെഡിയായി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം.
വരുന്നിട്ട് 182. ഞാൻ ബസ് എത്തിക്കുമ്പോഴാണ് അവിടെ അറിയുന്നത്. അയ്യോ കുഴപ്പമില്ല, ഞാൻ പാരസെറ്റമോൾ കഴിച്ചു. പെട്ടെന്ന് കൂടി എന്തായി? കുറച്ച് ചോറ് ഫുഡ് എങ്ങനെയുണ്ട്? ടേസ്റ്റി. ഒരു സെക്കൻഡ്. നല്ല പാലട പായസവും മീൻകറി വിത്ത് സദ്യ. ചോറ് ഞങ്ങൾക്കിവിടെ ഹെയർ എന്തായിരുന്നു ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. We're done. You're ready for the cocktail party? Yeah. Lega? Sinju? Okay, ladies. Ladies, smile, ladies. It's party time. Yay! അങ്ങനെ ഇതേ തലേദിവസം വൈകുന്നേരം പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ പിള്ളേരുടെ എൻട്രി ഡാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. എനിക്ക് കിട്ടിയ കുറച്ച് ക്ലിപ്സിനെ അതിൽ ആഡ് ചെയ്തിട്ട് ഉള്ളോട്ടോ. ഇനി എന്തായാലും എൻഗേജ്മെൻറ്റ് ഡേ ഫുൾ വീഡിയോ കിട്ടുമ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ പാട്ടൊന്നും കയറ്റാൻ പറ്റുന്നുണ്ടായില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. ഞാൻ എൻഗേജ്മെൻറ്റ് വീഡിയോ ഫുൾ ഡേ എന്തായാലും എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കമൻറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ, ലൈക്ക് ഇഷ്ടമായില്ലേ എല്ലാം കമൻറ്റ് ഡൗൺ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ, സീ യു.